ഭുവനേശ്വര ലോകാധിനാഥ എന്നും ഞങ്ങളെ കാത്തിടണേ. ഭുവനേശ്വര ലോകാധിനാഥ എന്നും ഞങ്ങളെ കാത്തിടണേ. വിഘ്നങ്ങളെല്ലാം തീർത്തു തന്നിടണം, സദ്ബുദ്ധി ഞങ്ങളിൽ വളർത്തിയിടണം. വിഘ്നങ്ങളെല്ലാം തീർത്തു തന്നിടണം, സദ്ബുദ്ധി ഞങ്ങളിൽ വളർത്തിയിടണം. മായാപ്രപഞ്ചത്തിൽ വാഴുന്ന ഞങ്ങൾക്ക് നേരായ മാർഗം തെളിച്ചിടണം. മായാപ്രപഞ്ചത്തിൽ വാഴുന്ന ഞങ്ങൾക്ക് നേരായ മാർഗം തെളിച്ചിടണം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ഈ മന്ത്രം ഞങ്ങളിൽ ഉണർത്തിയിടണം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ഈ മന്ത്രം ഞങ്ങളിൽ ഉണർത്തിയിടണം. ഭുവനേശ്വര ലോകാധിനാഥ എന്നും ഞങ്ങളെ കാത്തിടണേ, എന്നും ഞങ്ങളെ കാത്തിടണേ. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയ സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു സായാഹ്നം നേരുന്നു. നമ്മുടെ വിദ്യാലയം ഇന്ന് 95-ാം വാർഷികം ആഘോഷിക്കുകയാണ്. ഒരു അധ്യയന വർഷം കൂടി പിന്നിടുമ്പോൾ തീർത്തും അഭിമാനകരമായ ഒരുപാട് മികവുകളോടെ നമ്മുടെ വിദ്യാലയം ശിരസ്സുയർത്തി നിൽക്കുകയാണ്. മലപ്പുറത്തിൻ്റെ ഹൃദയഭാഗത്ത് 1931 സ്ഥാപിതമായ ഈ വിദ്യാലയത്തിൽ 1 മുതൽ 7 വരെ ക്ലാസ്സുകളിലായി ഈ വർഷം 1433 കുട്ടികളും LKG UKG വിഭാഗങ്ങളിലായി 250ഓളം കുട്ടികളും പഠനം നടത്തി വരുന്നു. ഭൗതിക സാഹചര്യങ്ങൾ സ്കൂളിൽ ഒരുക്കുന്നതിൽ അതീവ ശ്രദ്ധ പുലർത്തുന്ന മാനേജ്മെൻറ്റും സ്കൂളിൻ്റെ വികസനത്തിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്ന PTA-യും സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ പിന്തുണ നൽകുന്ന രക്ഷിതാക്കളും കുട്ടികളുടെ പാഠ്യേതര രംഗങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തുന്ന അധ്യാപകരും ഈ വിദ്യാലയത്തിൻ്റെ മുതൽക്കൂട്ടാണ്. പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി നമ്മുടെ വിദ്യാലയത്തെ ഇന്നത്തെ നിലവാരത്തിലേക്ക് ഉയർത്തിയ പ്രഗത്ഭരും ഞങ്ങൾക്ക് മുമ്പേ നടന്നവരുമായ പൂർവ്വകാല അധ്യാപകരെ ഈ അവസരത്തിൽ പ്രത്യേകം സ്മരിക്കുന്നു. LSS USS സംസ്കൃതം സ്കോളർഷിപ്പ് പരീക്ഷകളിൽ അഭിനന്ദനാർഹമായ നേട്ടമാണ് ഈ വർഷവും നമ്മുടെ കുട്ടികൾ കരസ്ഥമാക്കിയത്. 17 LSSഉം 39 USSഉം നമ്മുടെ കുട്ടികൾ നേടി. ഈ വർഷം സംസ്കൃതം സ്കോളർഷിപ്പ് പരീക്ഷ എഴുതിയ 19 കുട്ടികളും വിജയിച്ചു എന്നത് തിളക്കമേറിയ ഒരു നേട്ടം തന്നെയായിരുന്നു. ഉപജില്ലാ ശാസ്ത്രമേളകളിലും കലോത്സവങ്ങളിലും ഗാന്ധി ദർശൻ മേളയിലും ഓവറോൾ കിരീടം നിലനിർത്താൻ ഈ വർഷവും നമ്മുടെ വിദ്യാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മികച്ച പ്രൈമറി അധ്യാപകനുള്ള സംസ്ഥാന അവാർഡ് നമ്മുടെ സ്കൂളിലെ ശ്രീ സെയ്ദ് ഹാഷിം മാസ്റ്റർക്ക് ലഭിച്ചത് 2025 വർഷത്തെ അഭിമാന മുഹൂർത്തങ്ങളിൽ ഒന്നായിരുന്നു. മലപ്പുറം സബ് ജില്ലയിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയെ ജനകീയമാക്കിയതിൽ ഹാഷിം മാഷയുടെ പങ്ക് വളരെ വലുതാണ്. സ്കൂളിലെ പുതുമയാർന്ന പ്രവർത്തനങ്ങളുടെയെല്ലാം അണിയറ പ്രവർത്തകനായ ശ്രീ സെയ്ദ് ഹാഷിം മാസ്റ്റർക്ക് ലഭിച്ച ഈ അംഗീകാരം തികച്ചും അർഹതയ്ക്കുള്ള അംഗീകാരമാണെന്ന് നിസ്സംശയം പറയാം. മലപ്പുറം AUP സ്കൂളിന് ലഭിക്കുന്ന 4ാമത്തെ സംസ്ഥാന അവാർഡാണ് ഇത് എന്നുകൂടി ഈ അവസരത്തിൽ സന്തോഷത്തോടെ അറിയിക്കുന്നു.
ഭിന്ന നിലവാരക്കാരായ കുട്ടികളെ പരിഗണിച്ച് ആരംഭിച്ച സേ ഇറ്റ് റൈറ്റ്, മീട്ടി ഹിന്ദി എന്നീ പരിപാടികൾ പ്രതീക്ഷിത നിലവാരത്തിലെത്തിക്കാൻ സാധിച്ചു. അറിവുത്സവം സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും പങ്കെടുപ്പിച്ച് നടത്തിയ പരിപാടിയായിരുന്നു. ഈ പരിപാടിയുടെ ഗ്രാൻഡ് ഫിനാലെയിൽ 60ഓളം കുട്ടികൾ മാറ്റുരച്ചു. 1ാം സ്ഥാനം നേടിയ LP UP വിഭാഗം കുട്ടികൾക്ക് സൈക്കിൾ സമ്മാനമായി നൽകി. അറിവരങ്ങ് പരിപാടിയുടെ ഭാഗമായി ഈ വർഷം കുട്ടികളും അധ്യാപകരും ചേർന്ന് വൃദ്ധസദനം സന്ദർശിക്കുകയുണ്ടായി. അവർക്കാവശ്യമായ ഉപകരണങ്ങൾ ഞങ്ങൾ അവർക്ക് വിതരണം ചെയ്തു. കുട്ടികൾക്ക് ഈ യാത്ര പുതിയൊരനുഭവമായിരുന്നു. വർദ്ധിച്ച ആവേശത്തോടെ കുട്ടികൾ ഏറ്റെടുത്ത AUP ഫുട്ബോൾ ലീഗ് മത്സരങ്ങൾ ഈ വർഷവും സംഘടിപ്പിച്ചു. റോളർ സ്കേറ്റിംഗ്, കരാട്ടെ വിഭാഗങ്ങളിൽ പ്രത്യേക പരിശീലനം കുട്ടികൾക്ക് നൽകി വരുന്നു. സ്കൗട്ട്, ഗൈഡ്, ബാൻഡ് സെറ്റ് യൂണിറ്റുകൾക്ക് പുറമെ LP വിഭാഗത്തിലെ കുട്ടികൾക്കായി ഈ വർഷം ബുൾബുൾ യൂണിറ്റ് കൂടി ആരംഭിച്ച വിവരം സന്തോഷത്തോടെ എല്ലാവരെയും അറിയിക്കുന്നു. കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനായി സ്കൂൾ സേവിങ്സ് ബാങ്ക് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. പഠന പിന്തുണ ആവശ്യമുള്ള കുട്ടികൾക്കായി ശനിയാഴ്ചകളിൽ പ്രത്യേക പരിശീലനം നൽകി വരുന്നുണ്ട്. ഉച്ചഭക്ഷണ പരിപാടി വളരെ ഭംഗിയായി സ്കൂളിൽ നടക്കുന്നുണ്ട്. കുട്ടികളുടെ ഇഷ്ടഭക്ഷണമായ ബിരിയാണി, നെയ്ച്ചോർ, പായസം എന്നിവ ഈ വർഷം ഒന്നിടവിട്ട മാസങ്ങളിൽ കൊടുക്കാൻ കഴിഞ്ഞു എന്നത് സന്തോഷം നിറഞ്ഞ ഒരു കാര്യമാണ്. കുട്ടികളുടെ യാത്രാ സൗകര്യം കണക്കിലെടുത്ത് സ്കൂൾ ബസ്സുകൾ വിവിധ റൂട്ടുകളിൽ സർവീസ് നടത്തുന്നുണ്ട്. സ്നേഹനിധി പദ്ധതിയിലൂടെ മാനേജ്മെൻറ്റിൻ്റെയും അധ്യാപകരുടെയും സഹായത്തോടെ രോഗം മൂലവും മറ്റു കാരണങ്ങളാലും പ്രയാസം അനുഭവിക്കുന്ന കുട്ടികളെയും രക്ഷിതാക്കളെയും സഹായിക്കാൻ ഈ വർഷവും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. 3 ലക്ഷത്തോളം രൂപ ഈ വർഷവും നമ്മൾ സഹായമായി നൽകിയിട്ടുണ്ട്. ആമുഖമായി ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. മലപ്പുറം AUP സ്കൂളിൻ്റെ ഈ വർഷത്തെ വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നത് മലയാള സിനിമ പിന്നണി ഗാനരംഗത്ത് വളർന്നു വരുന്ന പ്രശസ്തനായി കൊണ്ടിരിക്കുന്ന ഗായകൻ ശ്രീ അതുൽ നറുകരയാണ്. നാടൻപാട്ട് കലാകാരൻ കൂടിയായ അദ്ദേഹത്തിൻ്റെ പാലാപ്പള്ളി തിരുപ്പള്ളി എന്ന ഗാനം മലയാളക്കരയാകെ ഏറ്റെടുത്ത ഒരു ഗാനമാണ്. മലയാളത്തിലും മറ്റു ഭാഷകളിലും കൂടുതൽ പാട്ടുകൾ പാടാനുള്ള അവസരങ്ങൾ ശ്രീ അതുലിന് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീ അതുൽ നറുകരയെ ഈ വാർഷികാഘോഷ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. ഇന്നത്തെ പരിപാടിയിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് നമ്മുടെ PTA അമരക്കാരനായ ശ്രീ സാദിഖ് അലി അവർകളാണ്. സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണമായി സഹകരിച്ച് നമ്മോടൊപ്പം നിൽക്കുന്ന അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഉപജില്ലാ ഓഫീസർമാരായ ശ്രീ സന്തോഷ് സാറും ജോസ്മി മാഡവും നമ്മുടെ BPC മുഹമ്മദ് അലി സാറും നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നു. ഔദ്യോഗികമായ തിരക്കുകൾ കാരണം ഇന്നത്തെ ദിവസം അവർക്ക് പരിപാടിയിൽ വരാൻ സാധിച്ചിട്ടില്ല എന്ന് എല്ലാവരെയും അറിയിക്കുന്നു. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന നമ്മുടെ സ്കൂൾ മാനേജറാണ് ഇന്ന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാൻ വേണ്ടി ഇവിടെ എത്താമെന്ന് പറഞ്ഞിരുന്നത്. ആരോഗ്യപരമായ കാരണങ്ങളാൽ അവർക്ക് ഇന്ന് എത്താൻ സാധിച്ചിട്ടില്ല. മാനേജ്മെൻറ്റ് പ്രതിനിധിയായി നമ്മുടെ സ്കൂളിൽ നിന്നും കഴിഞ്ഞ വർഷം റിട്ടയർ ചെയ്ത ശ്രീ മുരളിയേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. മുരളിയേട്ടനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. MTA പ്രസിഡൻറ്റും മലപ്പുറം ഗവൺമെൻറ് കോളേജിലെ അധ്യാപികയുമായ ശ്രീമതി ഹസന, PTA വൈസ് പ്രസിഡൻറ്റ് ശ്രീ MP മുഹമ്മദ്,
MTA വൈസ് പ്രസിഡന്റ് ശ്രീമതി മഞ്ജുഷ, സ്കൂൾ ലീഡർ മാസ്റ്റർ കിഷൻ, ഈ പരിപാടിക്ക് നന്ദി രേഖപ്പെടുത്തുന്ന പ്രോഗ്രാം കൺവീനർ ശ്രീ സെയ്ദ് ഹാഷിം മാസ്റ്റർ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് സ്കൂളിലെത്തിയ ആദരണീയരായ റിട്ടയർ ചെയ്ത അധ്യാപകർ, PTA, MTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, സീനിയർ അസിസ്റ്റൻറ്റ് ശ്രീമതി ശ്യാമ ടീച്ചർ, സ്റ്റാഫ് സെക്രട്ടറി ശ്രീ അശോക് മാസ്റ്റർ, സ്കൂളിൻ്റെ ഭാഗമായ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, പ്രിയ സഹപ്രവർത്തകർ, പ്രിയപ്പെട്ട നാട്ടുകാർ, പരിപാടിയിൽ പങ്കെടുക്കുന്നവരും അല്ലാത്തവരുമായ കുട്ടികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നതിനായി ആദരണീയനായ PTA പ്രസിഡന്റ് ശ്രീ സാദിഖ് അലി അവറുകളെ സാദരം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വളരെ അക്ഷമരായിരിക്കുന്ന ഒരു സദസ്സിന് മുന്നിൽ പ്രസംഗം ഒട്ടും അഭികാമ്യമല്ല എന്നറിയുന്നത് കൊണ്ട് തന്നെ എല്ലാവരെയും വിളിച്ചതായി കരുതുക. പിന്നെ പ്രിയപ്പെട്ട അതുൽ നറുകരയാണ് ഇവിടെ നമ്മുടെ 95-ാം വാർഷികം ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുള്ളത്. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട മുൻ അധ്യാപകരും വാർഡ് കൗൺസിലറായ സുരേഷ് മാസ്റ്റർ, നമ്മുടെ വൈസ് പ്രസിഡൻറ്റ് പിന്നെ മുഹമ്മദ് സാർ, അതുപോലെ റീന ടീച്ചർ, എല്ലാവരും ഇവിടെയുണ്ട്. അത് കൂടുതലൊന്നും പറയുന്നില്ല. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പ്രിയ അതുൽ നറുകരയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന ഈ സ്കൂളിൻ്റെ ഏറെ പ്രിയപ്പെട്ട അധ്യാപകരെ, അനധ്യാപകരെ, പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, എല്ലാവർക്കും നല്ല നമസ്കാരം. നമസ്കാരം. തിരിച്ച് നമസ്കാരമൊന്നുമില്ലേ? നമസ്കാരം. ഒരു ഉഷാറായിട്ടൊരു നമസ്കാരം തരുമോ? നമസ്കാരം. എല്ലാവരും എന്നെ കേൾക്കില്ലേ? കേൾക്കുന്നുണ്ടല്ലോ. മുകളിൽ കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കണം കേട്ടോ, എന്നാലേ ഞാൻ പാട്ട് പാടുള്ളൂ. എല്ലാവരും കേട്ട് വരണം. എന്തായാലും ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം. നമ്മുടെ AUP സ്കൂൾ മലപ്പുറത്തിൻ്റെ 95ാമത് വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഈ വേദിയിൽ നിങ്ങളെയൊക്കെ നേരിട്ട് കാണാൻ, ഒരു ഉദ്ഘാടകനായിട്ട് കുറച്ച് വാക്കുകൾ സംസാരിക്കാനും കുറച്ച് പാട്ട് പാടാനും അവസരം തന്നതിലുള്ള സ്നേഹവും കടപ്പാടും ആദ്യം തന്നെ ഞാൻ അറിയിക്കുകയാണ്. ഞാൻ ഈ സ്കൂളുമായിട്ട് അത്ര കണ്ട് ഒരടുപ്പമുള്ള ഒരാളാണ്. ഞാൻ സിനിമയിലൊക്കെ പാടുന്നതിന് മുൻപ് എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ഒരാളാണ് ആഷിം മാഷ്. നേരത്തെ നമ്മുടെ ഏറെ പ്രിയപ്പെട്ട നമ്മുടെ ടീച്ചർ സൂചിപ്പിക്കുകയുണ്ടായി. കാരണം വിദ്യാരംഗം കലാസാഹിത്യ വേദി പോലുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പ് നേതൃത്വം കൊടുക്കുന്ന അതിഗംഭീരമായിട്ടുള്ള അത്തരത്തിലുള്ള പരിപാടിയിലൂടെയൊക്കെ കടന്നു വന്ന് ഈ ഒരു വേദിയിൽ എത്തി നിൽക്കുന്ന ഒരാളാണ് എന്നുള്ളത് ഏറെ അഭിമാനത്തോടെ ഞാൻ ഈ വേദിയിൽ ആദ്യം തന്നെ സൂചിപ്പിക്കുകയാണ്. എങ്ങനെ ഞാനൊരു പാട്ടുകാരനായി എന്ന് ചോദിക്കുന്ന സമയത്ത് എല്ലാ സ്കൂളുകളിലും ഞാൻ പോയി പറയുമ്പോൾ ഞാൻ ആദ്യം തന്നെ സൂചിപ്പിക്കാറുള്ളത്, ചെറുപ്പം മുതലേ പ്രൊഫഷണലി പാട്ട് പഠിച്ച ആളൊന്നുമല്ല. പാട്ട് പാടും കുഴപ്പമില്ലല്ലോ എന്ന് കരുതിയിട്ട്, അല്ലെങ്കിൽ വീട്ടുകാരെ അങ്ങനെ പാട്ട് പഠിപ്പിക്കാൻ അങ്ങനെയൊന്നും വീട്ടിലത്തും ഉണ്ടായിരുന്നില്ല. എവിടെയൊക്കെയോ വെച്ച് സ്കൂൾ പഠനകാലത്താണ് ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് അധ്യാപകർ ഒക്കെ ഉണ്ടായ സമയത്താണ് വിദ്യാരംഗം സാഹിത്യവേദി പോലെയുള്ള പരിപാടികൾക്കൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അങ്ങനെയാണ് ഞാനൊരു പാട്ടുകാരനാണ് എന്നുള്ളത് ഞാൻ തന്നെ തിരിച്ചറിഞ്ഞത്. അത് കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ്. നമ്മളെ പാട്ടൊക്കെ കുറച്ച് ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മളെപ്പോഴെങ്കിലും തിരിച്ചറിയുമ്പോഴല്ലേ നമ്മളെ പാട്ടും നമ്മളൊരു പാട്ടുകാരനാണ് എന്നുള്ളത് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നമുക്ക് തോന്നുക. അങ്ങനെ എനിക്ക് തോന്നിയപ്പോൾ കുറച്ച് സമയമായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതിനുശേഷം വിദ്യാരംഗം കലാസാഹിത്യവേദി പോലെയുള്ള മറ്റ് സ്കൂളിലെ ശില്പശാലകളിലൊക്കെ തന്നെ
ഒരുപാട് വേദികളിൽ ശില്പശാല അവതരിപ്പിക്കുന്ന ഒരു കലാധ്യാപകനായിട്ട് യാത്ര ചെയ്തിരുന്നു. അങ്ങനെയൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് എന്നും മനസ്സിലുള്ളത് എന്നെങ്കിലുമൊക്കെ വലിയൊരു വേദിയിൽ ഒരു പരിപാടിയുടെയൊക്കെ ഭാഗമായിട്ട് പങ്കെടുക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു. അതിനെപ്പോഴും ഒപ്പം നിന്നത് ഒരുപാട് അധ്യാപകരാണ്. ഏറെ അഭിമാനത്തോടെ ഈ വേദിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ സൂചിപ്പിക്കട്ടെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിപാടിയുടെ ഒരുപാട് ഓട്ടത്തിലായിരുന്നു. പിന്നെ നമ്മളെല്ലാ അധ്യാപകരെയും ഒരുപോലെ കാണുന്നതുകൊണ്ട് തന്നെ എല്ലാ സ്കൂളിൻ്റെ വാർഷികവും ഈ ഒരു സമയത്ത് നടക്കുന്നതുകൊണ്ട് തന്നെ 31 എന്നുള്ളൊരു ഡേറ്റ് ഞാൻ ഒന്ന് വീട്ടിലിരിക്കുക എന്ന് കരുതി എന്നതായിരുന്നു. അടുത്തൊരു 6-7 ദിവസം തുടർച്ചയായിട്ട് നമ്മുടെ ടീമിൻ്റെ പരിപാടിയാണ്. പക്ഷേ കുറച്ച് ദിവസം മുൻപ് വളരെ ആദർശികമായിട്ടാണ് മാഷ് വിളിക്കുന്നത്. അതുലെ അങ്ങനെ സ്കൂളിൻ്റെ വാർഷികത്തിൽ അതുല് ഈ വർഷം വരണം എന്ന് പറയുമ്പോൾ മാഷിനോട് പറ്റൂല എന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയൂല. അതുകൊണ്ടാണ് സത്യത്തിൽ നിങ്ങളെയൊക്കെ വീണ്ടും കാണാൻ ഈ ഒരു വേദിയിൽ എത്തിയതെന്ന് പറയട്ടെ. നമ്മളെ വളർത്തി, ഞാൻ എല്ലാ വേദിയിലും പറയുന്നൊരു കാര്യം ഞാൻ ഇവിടെയും സൂചിപ്പിക്കുകയാണ്. ഞാനൊരു പാട്ടുകാരനായിട്ട് എവിടെയെങ്കിലുമൊക്കെ സംസാരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, പാടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കൈയടിക്കാനും ഒപ്പം നിൽക്കാനും ഒരുപാട് അധ്യാപകരും ഒരുപാട് കൂട്ടുകാരും ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത് എന്നുള്ളത് ഏറെ അഭിമാനത്തോടെ സൂചിപ്പിക്കട്ടെ. ഒരു വേദി ആലോചിക്കുന്ന സമയത്ത് ആരെ വിളിക്കും എന്ന് ആലോചിക്കുന്ന സമയത്ത് നമുക്ക് അതുലിനെ വിളിച്ചാലോ എന്നുള്ളത് ആരെങ്കിലും നിങ്ങൾ ചിന്തിക്കില്ലേ? അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ വന്നത്. ഒരു സിനിമയിൽ പാടുന്നതിന് മുൻപും അങ്ങനെ ഒരുപാട് പേര് ചിന്തിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് എൻ്റെ പേരെല്ലാവർക്കും അറിയുന്നത്. ഒരു വലിയൊരു മാധ്യമമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് സെഷനായിട്ടുള്ള ഒരു സിനിമയിൽ പാടിക്കഴിഞ്ഞാൽ അവരുടെ ഒരുപാട് പരിപാടിക്കൊക്കെ വിളിക്കും. അതിനു മുൻപ് ഒരു അതുലുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു അതുലിനെ ഒരു വേദിയിലേക്ക് വിളിക്കുക എന്നുള്ളത് വല്ലാത്തൊരു കാര്യമാണ് ആ സമയത്ത്. അങ്ങനെ മലപ്പുറം ജില്ലയിൽ മാത്രമല്ല, കേരളത്തിൻ്റെ പല ജില്ലകളിലും വിദ്യാരംഗത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് പല പരിപാടിയിലും പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാനൊന്ന് സംസാരിക്കാനും പാടാനും പറയാനും കഴിയുന്ന ഒരു മനുഷ്യനായത് എന്നുള്ളത് ആദ്യം തന്നെ സൂചിപ്പിക്കട്ടെ. നമ്മളെ ഇടയിലൊക്കെ കഴിവുള്ള ഒരുപാട് കുട്ടികളുണ്ട്. ഞാൻ വേഗം തന്നെ അവസാനിപ്പിക്കുക, എല്ലാവരും പാട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവരാണെന്നറിയാം. എങ്കിൽ പോലും ഒരുപാട് രക്ഷിതാക്കളെ കാണുന്ന സമയത്ത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, കഴിവുള്ള കൂട്ടുകാർ എല്ലാ സ്കൂളുകളിലും ഉണ്ട്, എല്ലാ ക്ലാസ് റൂമിലും ഉണ്ട്. പക്ഷേ ആരെങ്കിലും പാടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരക്ഷരം ഉണ്ടൂല, ആകെ സൈലൻ്റ് ആവും. ആരാണ് ഇവിടെ ഒരു പാട്ട് പാടുക എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാതിരിക്കും. അപ്പുറത്ത് തന്നെ തോണ്ടും, ഓൻ പാടും ടീച്ചറെ, ഓൻ പാടും, അല്ലെങ്കിൽ ഓള് പാടിക്കോളും. സ്ഥിരം പറയണതാ. സ്ഥിരം ഒരേ ആളാവും ക്ലാസ് ലീഡർ. സ്ഥിരം ആരാണ് ക്ലാസ്സിൽ പാട്ട് പാടുക ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ ഒരേ ഒരു രൂപം ഉണ്ടാവും എപ്പോഴും. ആരാണ് ഇവിടെ നന്നായി ചിത്രം വരയ്ക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാലും സ്ഥിരം ക്ലാസ്സിൽ ഒരാളുണ്ടാവും. അങ്ങനെ ചെറുപ്പം മുതൽ സ്ഥിരം ഓരോ മനുഷ്യരെ ചാപ്പ കുത്തും നമ്മൾ. ഓൻ പാടും, അല്ലെങ്കിൽ ഓള് പാടും, മുണ്ടിയ പേരെഴുതാൻ ഒരാൾ, അങ്ങനെ 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 അതൊക്കെ സ്ഥിരം ഒരാളായി മാറി. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നമ്മൾ പാടുമോ എന്നുള്ളത് നമ്മൾ ആലോചിക്കൂല. നമ്മളെന്താ ആലോചിക്കാന്നറിയോ? ഓളെ പോലെക്ക് പാടാൻ കഴിയൂലല്ലോ, അല്ലെങ്കിൽ ഓൻ്റെ പോലെ നിൽക്കി പാടാൻ കഴിയില്ല, ഓ വല്ലാത്ത പാട്ടുകാരൻ, അതൊന്നും നിൽക്കി കഴിയൂല, അങ്ങനെ നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് ഒപ്പമുള്ളൊരു കുട്ടിയെ അല്ലെങ്കിൽ ആരെങ്കിലും പോലും എന്നാൽ വേണ്ട, അത് കയറില്ലെങ്കിൽ എന്നാൽ വേണ്ട, കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മാറി നിൽക്കും. പക്ഷേ നമ്മളെയൊക്കെ ശബ്ദം ഇഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യർ ഈ ഭൂമിയിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. നമ്മൾ പാടിയ മാത്രം അതൊക്കെ എല്ലാവരും കേൾക്കുള്ളൂ. ഇപ്പോഴും ഒരു വേദിയിൽ കയറി പാട്ട് പാടാൻ ചിലവർക്ക് പ്രശ്നമാണ് അല്ലേ? കാരണം എന്താണെന്നറിയോ? കാരണം എന്താ? പേടി. അതന്നെ പേടി, വല്ലാത്ത പേടിയാണ്. ഞാൻ പാടിയ തെറ്റിയാ കളിയാക്കാൻ കുറേ ഉണ്ടാവും. ഉള്ളൊരു നിലയും വിലയിൽ അങ്ങനെ പോയിക്കോട്ടെ, ഇനി ഉള്ള വില കളയണ്ടെന്ന് കരുതിയിട്ട് കുട്ടികളായാലും ബാക്കിയുള്ളവരാരും വരില്ല. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്നറിയോ? ഒരു വേദിയിൽ പാട്ട് പാടാതെ, ഒരു വേദിയെ അഭിമുഖീകരിക്കാതെ ഒരു പാട്ടുകാരൻ ഉണ്ടായിട്ടില്ല, ഒരു എഴുത്തുകാരൻ ഉണ്ടായിട്ടില്ല, നന്നായി സംസാരിക്കുന്ന മനുഷ്യരും ഉണ്ടായിട്ടില്ല. ഞാൻ ഈ വേദിയിൽ, ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു വേദിയിൽ ഒരു അതിഥിയായിട്ട് പങ്കെടുത്ത സമയത്ത് ഞാൻ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം കേരളത്തിൽ അതിഗംഭീരമായി സംസാരിക്കുന്ന ഒരു മാഷ് എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞതിന് ശേഷം ആ മാഷ് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഈ വേദിയിലൊരു തമാശയായിട്ട് സൂചിപ്പിക്കട്ടെ. ആളെ പേര് പറയില്ല, കാരണം മൂപ്പര് വല്ല ആത്മകഥയൊക്കെ എഴുതുമ്പോൾ തന്നെ അത് കേട്ടോട്ടെ. ഞാൻ പറഞ്ഞു ഇനി സസ്പെൻസ് പൊളിയണ്ട. മൂപ്പര് പറഞ്ഞത് എന്താ അറിയുക? അതിൽ പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വരണത്. എൻ്റെ ഒരു ആദ്യത്തെ വേദി എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാനൊരു പരിപാടി കാണാൻ പോയതായിരുന്നു. അവിടെ ഉദ്ഘാടകനായിട്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ വരും എന്ന് കരുതിയിട്ട് ഞാൻ പോയതായിരുന്നു. മുന്നേ തന്നെ പോയിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഉദ്ഘാടകൻ വന്നില്ല. മൂപ്പർക്ക് പെട്ടെന്ന് എന്തോ ഒരു ബുദ്ധിമുട്ടിൽ പെട്ടു. പകരം ഉദ്ഘാടകനായിട്ട് അന്ന് PG മലയാളം വിദ്യാർത്ഥിയായിട്ടുള്ള മുന്നിലിരുന്ന് എന്നെ പിടിച്ച് ഉദ്ഘാടകനാക്കി.
സംഘാടകരെ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി, ഞങ്ങൾ രക്ഷിക്കണം എന്ന് പറഞ്ഞു. നിവൃത്തിയില്ലാതെ അന്ന് ഉദ്ഘാടകനായിട്ട് അയാൾക്ക് കയറേണ്ടി വന്നു. ആദ്യത്തെ മൈക്കിൽ ആദ്യത്തെ 2 വരി പറഞ്ഞത് ഓർമ്മയുള്ളൂ. പിന്നെ കണ്ണ് തുറക്കണത് ആശുപത്രിയിൽ നിന്നാണ് പറഞ്ഞത്. തല പിന്നി വീണു. മൂപ്പരെ എടുത്തുണ്ടായത് ആരാന്നും കൂടി ഓർമ്മല്ല. അങ്ങനത്തെ ഒരു മനുഷ്യനാണെന്ന് 2-3 മണിക്കൂർ എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാൻ കഴിയുന്ന ഒരു മാഷായിട്ട് മാറുന്നത്. ഞാൻ പറയണത് എന്താണെന്നറിയോ, ഒരു പാട്ടുകാരനോ എഴുത്തുകാരനോ ഒക്കെ ആരെങ്കിലും ആവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രതിസന്ധി, ആ ഒരു ബുദ്ധിമുട്ട് തരണം ചെയ്യണം, അല്ലേ? ഞാനിന്ന് ഈ വേദിയിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഞാനിന്ന് പറയേണ്ടത് ഇതൊക്കെയാണെന്ന് കരുതി പഠിച്ചു പോകുന്ന ഒരാളൊന്നുമല്ല. വേദിയിൽ നിൽക്കുമ്പോൾ നിങ്ങളെയൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ മുഖത്തെ ചിരിയും പുഞ്ചിരിയൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ സംസാരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ചിലവരൊക്കെ എഴുതി പഠിച്ചു പോരും ഇതൊക്കെ പറയണം കേട്ടോ എന്നുള്ളത്. എന്നിട്ട് കീശയിലിടും കാണാപ്പാടം പിടിച്ച്. മൈക്കിൻ്റെ മുന്നിലെത്തിയിട്ട് നോക്കുമ്പോൾ പടച്ചോനെ കുറേ ആൾക്കാർ ഇന്നെ തന്നെ നോക്കിക്കുക, പഠിച്ചതിൻ്റെ വരി പോലും ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനൊരു അനുഭവം ഉണ്ടായി ഈ അടുത്ത്. ഞാൻ ഒന്ന് പെട്ടെന്ന് പറയാം. ഒരു കോളേജിൽ ഒരു ഉദ്ഘാടകനായിട്ട് എന്നെ വിളിച്ച സമയത്ത് എൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പ്രിൻസിപ്പൾ ഇരിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, പ്രിൻസിപ്പളെ ഈ പേപ്പർ അവിടെ ഉണ്ടായിരുന്നില്ല, ഈ പേപ്പർ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഗതം ഉള്ള ആളെ പേര് അതിൽ എഴുതിയിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, സ്വാഗതം ആളെ പേര് വിട്ടുപോയിട്ടുണ്ടല്ലോ, അത് ആലോചിച്ചു. അതിൽ എന്നോട് പ്രിൻസിപ്പൾ പറഞ്ഞു, അത് ഇവിടുത്തെ കുട്ടികളൊക്കെ സൂപ്പറാണ്. മുന്നിൽ കൂടെ ഒരു ഡെസ്ക് കൊണ്ടുവന്നിട ഒരു ചങ്ങായി നടന്നു വന്നിരുന്നു. ഓനെ പിടിച്ച് സ്വാഗതം പറയാനാക്കി. ഓനാകെ തലേ കൈ ഇങ്ങനെ വെച്ച് നിൽക്കുന്നുണ്ട്. ആകെ കുടുങ്ങിയല്ലോ എന്നാണ് എനിക്ക് മനസ്സിലായി. ഇതേപോലത്തെ വലത് ഭാഗത്തൊരു വരാന്തയിൽ മൂപ്പരാകെ വിറച്ച് നിൽക്കുന്നുണ്ട്. ഒരു കുട്ടി, ആ പരിപാടി ഗംഭീരാക്കാൻ ഓടി നടന്നൊരു കുട്ടിയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. യൂണിഫോമിലൊക്കെ ചളിയൊക്കെ ആയിരുന്നു ആകെ. കാരണം ആകെ ഡെസ്ക് കൊണ്ടുപോയിടൽ, കസാല കൊണ്ടുപോയിടലൊക്കെ അവൻ്റെ ഉത്തരവാദിത്തമായിരുന്നു. പക്ഷേ നിവൃത്തി കേടുകൊണ്ട് ഇടയിൽ സ്വാഗതം പറയാൻ ആ കൂട്ടുകാരനെ ആക്കി. ഇടയ്ക്ക് അവൻ പോയി ടീച്ചർമാരെയൊക്കെ കാണിക്ക് മനസ്സിലായി എങ്ങനെയെങ്കിലും എന്നെ ഒഴിവാക്കി തരുമെന്ന് അവൻ പറയണമെന്നുള്ളത്. പക്ഷേ ഒരു വേദിയിൽ നിന്ന് ഒരു പ്രധാന അധ്യാപകൻ നേരിട്ട് ഇടപെട്ടതുകൊണ്ട് തന്നെ ഒഴിവാക്കാൻ നടന്നില്ല. അങ്ങനെ ആ വേദിയിൽ ആ കുട്ടി സ്വാഗതം പറയാൻ വേദിയിൽ വന്ന് സ്വാഗതം പറഞ്ഞു തുടങ്ങണം. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും പറഞ്ഞ് മുഴുമിച്ചാൽ മതിയായിരുന്നു, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ എന്നായി. നമുക്ക് അങ്ങനെ തോന്നുമല്ലോ, ചിലവരൊക്കെ മുഖം കാണുമ്പോൾ തന്നെ ഒരു പ്രശ്നം ഉണ്ടാവാതെ മതിയായിരുന്നല്ലോ. എനിക്കും അങ്ങനെ തോന്നി. പക്ഷേ വേദിയിലുള്ള ആരെയും പേരൊക്കെ പറഞ്ഞു കേട്ടോ, സ്വാഗതം പറയേണ്ട ആൾ. പക്ഷേ സ്വാഗതം പറയേണ്ട ആൾ ആദ്യം തന്നെ നന്ദി പറഞ്ഞു. ആകെ ചിരിയായി. പുറത്ത് ചിരി, ഒപ്പമുള്ളൊരു ചിരി, കൂട്ടുകാർ ചിരി, ഒക്കെ പുറത്തുനിന്നൊക്കെ ചിരിയായി. പിന്നെ അധ്യക്ഷൻ ഇടപെട്ട് എന്നെ ഉദ്ഘാടകനായിട്ട് വേദിയിൽ വിളിച്ചു. പ്രിൻസിപ്പളിനെ ഇടപെട്ട് വിളിച്ചു. ഞാൻ പറഞ്ഞു, ഒരാൾ സ്വാഗതം പറഞ്ഞപ്പോൾ നിങ്ങളാകെ ചിരിച്ചെല്ലാം മുന്നിലിരുന്ന് അയാളെ കണ്ണൊക്കെ നിറഞ്ഞത് ഞാൻ കണ്ടു. നിങ്ങളെ ഇടയത്തൊരാളെ പോലെ കൂട്ടിയത് ഇന്നെ, ഞാൻ അവിടെ തന്നെ പോയിരിക്കാം. മുന്നിലത്തെ ബെഞ്ചിൽ നിന്ന് ചിരിച്ച് ആരെങ്കിലും വന്ന് സ്വാഗതം പറയുമായിരുന്നു. ആകെ സൈലൻ്റായി. ഒരു ആട്ടണക്ക് ഒരു സൗണ്ടും ഇല്ല അവിടെ. ആകെ പിൻഡ്രോപ്പ് സൈലൻ്റ് പോലെയായി. എല്ലാവരും കളിയാക്കാൻ നല്ല സുഖമാണ്. പക്ഷേ ഒരു വേദിയിൽ കയറി നോക്കണം എങ്കിൽ മാത്രം ആ ബുദ്ധിമുട്ട് മനസ്സിലാവും. അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് രക്ഷിതാക്കളെ, ഒരുപാട് പേരെ കാണുന്നതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. എപ്പോഴും ഒരു സ്കൂളിൽ ചേർത്തുമ്പോൾ കുട്ടി എന്തൊക്കെ ചെയ്യും, ഹോബി എന്തൊക്കെയാണ് ചോദിച്ചാൽ നമ്മൾ എഴുതും. നന്നായി പാടും, വരയ്ക്കും, ഫുട്ബോൾ കളിക്കും എന്നൊക്കെ പറയും. പക്ഷേ ചിലപ്പോൾ അതായിരിക്കും ആ കുട്ടിയുടെ ഒരു പ്രൊഫഷൻ, ജീവിതം. അതാരെങ്കിലുമൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ പാടാനും പറയാനും എഴുതാനൊക്കെ കഴിവുള്ള കൂട്ടുകാരുണ്ട് എന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഇതിലേക്ക്, ഈ കലാമേഖലയിലേക്കും കൂടിയും പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കണം എന്നാണ് ഈ ഒരു ഉദ്ഘാടന വേദിയിൽ ആദ്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എല്ലാവരും പാട്ടുകാരാണ്. വേറൊരാളെ പാട്ട് പാടാൻ പോലെ, വേറൊരാൾ പാടുന്ന പോലെ നമുക്ക് പാടാൻ കഴിയില്ല. എന്തായാലും ചിത്ര ചേച്ചീൻ്റെ പോലെ നമുക്ക് പാട്ട് പാടാൻ കഴിയില്ല. യേശുദാസിൻ്റെ പോലെ നമുക്ക് പാട്ട് പാടാൻ കഴിയില്ല. നേരെ തിരിച്ചാലോചിച്ച് നോക്കി, ചിലപ്പോൾ നമ്മളെ പോലെ ഓൽക്കും പാടാൻ കഴിയില്ല. എല്ലാവർക്കും ഓരോരോരോ തൊണ്ടയുള്ളത്, ഓരോരോ കഴിവാണുള്ളത്. അപ്പോൾ സ്വന്തം ശബ്ദം ഇഷ്ടപ്പെടുന്ന, സ്വന്തം പറച്ചിൽ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ അതിനെ ഇഷ്ടപ്പെടുന്ന ഭൂമിയിൽ ഒരുപാട് മനുഷ്യരുണ്ട്. അവരെയൊക്കെ അവരുടെ ഇടയിലേക്ക് നമ്മുടെ പാട്ടും പറച്ചിലൊക്കെ എത്തുക എന്നുള്ളത് തന്നെയാണ് വലിയൊരു കാര്യം. അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ 95ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഈ വേദിയിൽ നിൽക്കുമ്പോഴും എനിക്ക് സൂചിപ്പിക്കാനുള്ളതാണ്, പാടാനും പറയാനും എഴുതാനൊക്കെ കഴിവുള്ള കൂട്ടുകാരെ രക്ഷിതാക്കളുടെയും മുന്നോട്ട് കൊണ്ടുവരിക. ഇവിടെ അധ്യാപകർ അതിന് ഉഷാറാണ്. കാരണം ഇത്തരത്തിലുള്ള പല പല സബ് കമ്മിറ്റികളുടെയും ക്ലബ്ബുകളുടെയും ഒക്കെ തന്നെ കുട്ടികളെ മുന്നിലേക്ക് എത്തിക്കാനുള്ള ഒരുപാട് പരിപാടികൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗമായിട്ട് പല പരിപാടികളും ചെയ്യുന്നുണ്ട്. അപ്പോൾ വീട്ടിലൊക്കെ പോയി കുട്ടികൾ ഇന്നിങ്ങനെ ചേർത്താൻ, ഇന്നിങ്ങനെ പാടാൻ വിളിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ രക്ഷിതാക്കളും കൂടി അതിനൊപ്പം നിന്ന് കൊടുക്കുക. എല്ലാവരും ഉഷാറായിട്ട് അതിഗംഭീരമായി പഠിച്ച് നല്ല മാർക്ക് നേടുന്നതോടൊപ്പം തന്നെ നല്ല പാട്ടുകാരായിട്ട് സാംസ്കാരിക മേഖലയിൽ അതിഗംഭീരമായിട്ട് ഇടപെടാൻ കഴിയുന്ന മിടുക്കന്മാരായിട്ട് മലപ്പുറം ജില്ലയിൽ നിന്ന് എല്ലാവരും ഉഷാറായിട്ട് കടന്നു വരട്ടെ എന്നാണ് ആദ്യം സൂചിപ്പിക്കാനുള്ളത്.
എന്തായാലും പാട്ടിലേക്ക് പോവാം. പാട്ട് പാടാൻ റെഡിയല്ലേ? എവിടെ കുട്ടികൾ, എവിടെ പാട്ട്? നിങ്ങൾ താഴത്തേക്ക് ഇറങ്ങിയാലേ ഞാൻ പാടുള്ളൂ കേട്ടോ. പാട്. റെഡിയാണല്ലോ? പാട്ട് പാടുന്ന സമയത്ത് ഏറ്റവും വലിയൊരു സന്തോഷ വാർത്ത പങ്കുവെക്കാനുള്ളത് എന്താണെന്നറിയോ? 2 വർഷം മുൻപ് ഒരു ഉദ്ഘാടകനായിട്ട് ഞാൻ ഈ വേദിയിൽ അല്ലെങ്കിൽ ഇവിടെ വന്നിരുന്നു. ഇന്നിപ്പോൾ ഞാൻ ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഏറെ നമുക്ക് അഭിമാനത്തോടെ സൂചിപ്പിക്കട്ടെ, കഴിഞ്ഞൊരു 5 വർഷങ്ങളിലായിട്ട് ഏകദേശം 15ഓളം മലയാള സിനിമകളിൽ പാട്ട് പാടാൻ സാധിച്ചു എന്നുള്ള സന്തോഷ വാർത്ത ഏറെ അഭിമാനത്തോടെ ഞാൻ പങ്കുവെക്കുകയാണ്. ആദ്യമായിട്ട് മലയാള സിനിമയിൽ പാട്ട് പാടുന്നത് ഒരു കോവിഡിൻ്റെ സമയത്ത് മമ്മൂക്കയുടെ പുഴു എന്നുള്ളൊരു സിനിമയിലൂടെയാണ് മലയാള സിനിമ പിന്നണി ഗാനരംഗത്തേക്ക് എത്തുന്നത്. അതിനുശേഷം ഒരുപാട് സിനിമകളിൽ പാട്ട് പാടാൻ സാധിച്ചു. ഒരുപാട് ഇൻഡിപെൻഡൻറ്റ് ട്രാക്കുകളൊക്കെ ചെയ്യാൻ സാധിച്ചു. റീസെൻ്റ്ലി സിനിമയിലല്ലാത്തൊരു പാട്ട് കൂടുതൽ പേരെ ഏറ്റെടുത്തു. തെക്കേലൊരു ദൈവത്താനുണ്ട് എന്നുള്ളത് എല്ലാവരും സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കേട്ടിരിക്കും. അങ്ങനെ നമ്മളെ പാട്ടുകൾ ഏറ്റെടുത്തതിനുള്ള സ്നേഹവും കടപ്പാടും ഒരിക്കൽ കൂടി അറിയിക്കട്ടെ. എന്തായാലും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മാഷ് വിളിച്ച സമയത്ത് ഒരു ദിവസം മാഷ് എന്നെ ഫോൺ വിളിക്കുന്നുണ്ട്. ഒരു രാത്രി എന്തോ ഒരു ശില്പശാലയുടെ ഭാഗമായിട്ട് വിളിക്കുക. അന്ന് നമുക്കൊരു മാസ്കോട്ട് ക്ലബ്ബുണ്ട്, ക്ലബിൻ്റെ മുൻപിലാണ്. മാഷ് എനിക്കിപ്പോഴും സംസാരിച്ചത് ഓർമ്മയുണ്ട്. അതിലെ സിനിമാ മേഖലയിലേക്ക് എന്തെങ്കിലും കടക്കാൻ പറ്റുമോ നോക്കി നോക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ പ്രസിയേച്ചീനെയൊക്കെ സൂചിപ്പിച്ച ആ സമയത്ത് പ്രസിയൊക്കെ ഇപ്പോൾ പരിപാടികളൊക്കെ ആയിട്ട് വേറെ സ്ഥലങ്ങളിലൊരു ബാൻഡൊക്കെ ആയിട്ട് ഒരു പോകുന്നുണ്ട്, ഒരു ടീമൊക്കെ ആയിട്ട്. അപ്പം അതിൽ ആ രീതിയിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പാടാൻ കഴിയുന്ന ഒരാളല്ലേ, എത്താൻ കഴിയുണ്ടാവും. വലിയ വേദിയിലേക്കും കൂടി ഇനി ശ്രമിക്കണം കേട്ടോ. കാരണം അത് വരാൻ കഴിയുന്ന ഒരാളാണ്. അപ്പോൾ എന്തായാലും കഴിയും എന്നുള്ളത് മാഷ് പറഞ്ഞിരുന്നു. എനിക്കിപ്പോൾ അന്ന് മാഷ് ആ കാര്യം പറഞ്ഞതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പറഞ്ഞതൊന്നും ഞാൻ മറക്കലില്ല, അതാരാണെങ്കിലും. അപ്പോൾ അത്തരത്തിൽ അന്ന് മാഷന്ന് പറഞ്ഞതിന് ശേഷം ഒരു കോവിഡിൻ്റെ സമയത്ത് നിരന്തരമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു മനുഷ്യൻ ഒറ്റപ്പെടുമ്പോഴും ഇൻഡിപെൻഡൻ്റ് ആവുമ്പോഴാണ് അയാൾക്ക് വലിയ വാതിൽ തുറക്കുക എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഒറ്റയ്ക്ക് ഒരുപാട് പെർഫോം ചെയ്ത സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പാട്ടുകൾ പങ്കുവെച്ച സമയത്താണ് വളരെ ആദർശമായിട്ട് സിനിമയെന്നൊരു വിളി വരുന്നത്. അങ്ങനെയാണ് ആദ്യമായിട്ടുള്ളൊരു സിനിമയിൽ പാടുന്നത്. ഇപ്പോഴും ഞാൻ പറയട്ടെ, എൻ്റെ വീട്ടുകാരോ കുടുംബക്കാരോ ആരും സിനിമയുടെ ഭാഗമായിട്ടുള്ളൊരു മനുഷ്യരുമില്ല. എന്നെ അടുത്തറിയുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ ഒപ്പം പഠിച്ച പ്രിയപ്പെട്ട കൂട്ടുകാർ ദൃശ്യമൊക്കെ ഇവിടെ ഉണ്ട്. നമ്മളൊക്കെ അടുത്തറിയുന്ന ഒരു കൂട്ടരും ഒരു സിനിമാക്കാരും എൻ്റെ കുടുംബത്തിലില്ല. എൻ്റെ വലിയൊരു ആഗ്രഹത്തിൽ യാത്ര ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെയൊക്കെ എത്തിയത്. ഒപ്പം നിൽക്കാൻ ഒരുപാട് മനുഷ്യരെയും കൂട്ടക്കാരെയും കുടുംബക്കാരെയൊക്കെ കിട്ടുന്ന സമയത്ത് ഏത് വലിയ ഉയരത്തും പെട്ടെന്ന് എത്തും. അതുതന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പണിയെടുത്തുകൊണ്ടേ ഇരിക്കുക, വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക, ഏതൊരു ഘട്ടത്തിലും ബാക്കിലേക്ക് പോവാതിരിക്കുക. എന്നെക്കൊണ്ടതാവൂല, കഴിയൂല എന്നുള്ളത് ആരെങ്കിലും പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അണക്ക് കഴിയുണ്ടാവില്ല, എനിക്ക് കഴിയുമെന്ന് പറഞ്ഞു കൊടുക്കുക അവരോട്. അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക, അങ്ങനെ മുന്നിലേക്ക് കടന്നു വരിക. വലിയ ആകാശങ്ങളും വലിയ ഉയരങ്ങളും എല്ലാവർക്കും ഉള്ളതാണ് എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് പാട്ടിലേക്ക് പോകാം. റെഡിയല്ലേ? റെഡിയാണല്ലോ? ഒരുപാട് പരിപാടികൾ ഇനി ഉണ്ട് എന്നുള്ളത് അറിയാം. കൂട്ടുകാരുടെ ഡാൻസും അവിടെ മേക്കപ്പൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പല ഭാഗത്ത്. അതിൻ്റെ ഇടയിൽ രക്ഷിതാക്കളും എൻ്റെ കുട്ടീൻ്റെ ഡാൻസ് കാണണമല്ലോ എന്ന് കരുതി വന്നിരുന്നവരാവും കൂടുതൽ പേരും. അപ്പോൾ കുട്ടികളെ പരിപാടിയിലേക്ക് പെട്ടെന്ന് പോവാം. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഞാനെങ്ങനെ ഒരു പാട്ടുകാരനായി എന്ന് പറയാതെ കുറേ പാട്ട് പാടിയിട്ടൊന്നൊരു കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ടൊരു പാട്ടുകാരൻ എന്നുള്ള രീതിയിൽ ഇങ്ങനെ കടന്നു വന്നത് സൂചിപ്പിക്കുന്നത്. ഒരിക്കൽ കൂടി എന്നെ ഈ വേദിയിലേക്ക് വിളിച്ചതിനുള്ള സ്നേഹവും കടപ്പാടും അറിയിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ UP സ്കൂൾ മലപ്പുറത്തിൻ്റെ നമ്മുടെ 95ാമത് വാർഷികാഘോഷവും ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. വീണ്ടും ഒരുപാട് പാട്ടുകാരെ മലപ്പുറത്തിന് സംഭാവന ചെയ്യാൻ നമ്മുടെ സ്കൂളിന് സാധിക്കട്ടെ. നല്ല പാട്ടുകാരും എഴുത്തുകാരൊക്കെ ആയിട്ട് എല്ലാവരും മാറട്ടെ എന്നുള്ളത് ഏറെ അഭിമാനത്തോടെ സൂചിപ്പിക്കട്ടെ. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു കോളേജിൽ ഒരു പരിപാടിക്ക് പങ്കെടുക്കണ്ടായി. ഒരു കോളേജിലെ ഒരു അതിഥിയായിട്ട് ഞാൻ പങ്കെടുക്കണ്ടായി. അതിൽ പ്രിൻസിപ്പൾ തൊട്ടടുത്ത് തന്നെ ഇരുന്നിരുന്നു. പ്രിൻസിപ്പൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറേ കുട്ടികൾ പഠിപ്പിച്ച സമയത്ത് ക്ലാസ്സിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പ്രിൻസിപ്പൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഞാൻ ഇവിടെയും കൂടിയും പറയട്ടെ. ഞാൻ പഠിപ്പിച്ച സമയത്ത് മിടുക്കന്മാരായിട്ടുള്ള കുറേ കുട്ടികൾ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ഓലെ ഫോൺ നമ്പറൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഓലെ അച്ഛൻ്റെ ഫോൺ നമ്പറൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കരുതിയത് ഈ സ്കൂളിനൊരു പ്രശ്നം വരുന്ന സമയത്ത് എപ്പോഴും എൻ്റെ ഒപ്പം നിൽക്കാൻ കഴിയുന്ന മിടുക്കന്മാരായിട്ട് ഓല് വളരും എന്നുള്ളതാണ് ഞാൻ കരുതിയിരുന്നത്. ഓലൊക്കെ
നല്ല മാർക്ക് നേടി വലിയ ഉദ്യോഗസ്ഥരായി. പക്ഷേ ഈ സ്കൂളിനൊരു പ്രശ്നം വന്ന സമയത്ത്, ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് ആരും കാണില്ല എന്ന് പറഞ്ഞു. ഒരു പ്രിൻസിപ്പൾ സങ്കടം പറഞ്ഞതാണ്. എന്നിട്ട് മൂപ്പര് പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? അന്ന് കുറച്ച് തിരുപ്പം പണിയൊക്കെ എടുത്തിട്ട് കുറച്ച് ഞങ്ങളുടെ ഇടയിൽ ബുദ്ധിമുട്ടൊക്കെ, ഞാൻ വടി എടുക്കേണ്ടി വന്ന കുറച്ച് ബാക്കിലിരുന്ന ചെക്കന്മാരുണ്ടായിരുന്നു. ഓരാണ് ഇന്ന് ഈ പരിപാടിനെയും നടത്തുന്നതും ഈ സ്കൂളിനെയും എനിക്ക് ആവശ്യം വന്നാലും ഓടി വരുന്നതെന്നൊക്കെയാണ്. അപ്പോൾ നല്ല മാർക്ക് നേടുന്നതോടൊപ്പം തന്നെ ഒപ്പം പഠിപ്പിച്ച അധ്യാപകരെയും പ്രിയപ്പെട്ടവരെയും ഒപ്പം നിർത്താൻ കഴിയുക എന്നുള്ളതും കൂടിയും വലിയൊരു കാര്യമാണ് എന്നുള്ളത് കൂടി സൂചിപ്പിക്കട്ടെ. പാട്ടിക്ക് പോ. റെഡിയല്ലേ? റെഡിയല്ലേ? ഉത്തരല്ല. ഒന്നുകൂടി റെഡിയല്ലേ? ഈ എനർജി വേണം, നല്ല പാടുള്ളൂ. ഡാൻസ് കളിക്കാൻ റെഡിയാണല്ലോ? ആദ്യം ഒരു പക്ഷേ എല്ലാവരും കാത്തിരുന്ന് നമ്മളാക്കിയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പേര് കേട്ട പാട്ട് തന്നെ നമുക്ക് പാടാം. മലയാളികൾ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ കേട്ട 10 പാട്ടുകൾ ഇന്നും ഇപ്പോഴും തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിലൊന്നിൽ പാലാപ്പള്ളി ഉണ്ട് എന്നുള്ളത് ഏറെ അഭിമാനത്തോടെ സൂചിപ്പിക്കട്ടെ. 150 മില്യൻ്റെ മുകളിലാണ് നമ്മുടെ പാട്ട് കേട്ടത്. ലോക മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഈ പാട്ട് കേട്ടിട്ടുണ്ട്. ഈ പാട്ട് ഇറങ്ങിയതിന് ശേഷമാണ് എനിക്ക് മറ്റുള്ള രാജ്യങ്ങളിലേക്കൊക്കെ പോകാൻ സാധിച്ചത്. ഏകദേശം 10-25ഓളം രാജ്യങ്ങളിൽ ഈ പാട്ടിന് ശേഷം നമുക്ക് യാത്ര ചെയ്യാൻ സാധിച്ചു പരിപാടിയുടെയൊക്കെ ഭാഗമായിട്ട്. എന്തായാലും നമ്മളൊപ്പം നിന്ന് പ്രിയപ്പെട്ടവരോട് ഏറെ സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് പാലാപ്പള്ളി പാട. റെഡിയല്ലേ? എല്ലാവരും പാടില്ലേ? സെറ്റാണല്ലോ? ചിലവരൊക്കെ കൈയടിക്കുമ്പോൾ ഒരു 1.5 മിനിറ്റ് ആവും. കാരണം എന്താ അറിയോ? അടുത്തുള്ള ആരെങ്കിലും കൈയടിക്കണ്ടേ? അയ്യോ, അപ്പുറത്തെ കുട്ടീൻ്റെ രക്ഷിതാവ് കൈയടിക്കൽ തുടങ്ങി, ഞാൻ കൈയടിച്ചില്ലെങ്കിൽ മോശമാണല്ലോ എന്നൊക്കെ എഴുതിയിട്ട് ചിലവർ കൈയടിക്കും. ചിലവർ ആദ്യമേ കൈയടിക്കും. ചിലവർക്കൊക്കെ ഒന്നിങ്ങനെ നീക്കണം എന്നുണ്ടാവും. പക്ഷേ ഈ നീച്ചാൽ അവിടെ ഇരുന്നോട്ടെ, ഞാൻ നീറ്റാല ഇജ് നീറ്റാ ഞാൻ നീക്കും, ഇജ് നീറ്റാ ഞാൻ നീക്കും നിർത്തി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടിയിരിക്കും. വെറുതെ ഇരിക്കുക കേട്ടോ. അങ്ങനെയൊക്കെ ഒരിക്കൽ കൂടി എല്ലാവരും ഒപ്പം കൂടെ ഉണ്ടാവുന്നു എന്ന് കരുതിയിട്ട് പാടിയൊക്കെ. റെഡി? ആർ യു റെഡി ഗയ്സ്? പോയൊക്കെ റെഡിയല്ലേ? ഈ താളത്തിൽ നല്ലൊരു കൈയടിക്കും എല്ലാവരും. 1 2 3 എല്ലാവരും വേണം. രക്ഷിതാക്കളും എല്ലാവരും കൂടെ. പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും രാക്കുളി നാളാണ്. 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 ഒന്നാം കുന്ന് നടന്നോണ്ട് നടന്നാരോ കുന്നിതിറങ്ങുന്നേ. ഒന്നാം കുന്ന് നടന്നോണ്ട് നടന്നാരോ കുന്നിതിറങ്ങുന്നേ. ഒന്നാം കുന്ന് നടന്നോണ്ട് നടന്നാരോ കുന്നിതിറങ്ങുന്നേ. ആവോ ദാമോനോ പറയില്ലേ? 1 2 3 നാലടൂടണല്ലോ, നടകത്തിട്ടണല്ലോ, നടക്ക് കൂടിയിട്ടേ രാക്കുളി കൂടണല്ലോ. ദേശം ചുറ്റുകരക്കാരും ഭരതന്മാരും അങ്ങെത്തിയല്ലോ. ദേശം ചുറ്റുകരക്കാരും ഭരതന്മാരും അങ്ങെത്തിയല്ലോ. ദേശം ചുറ്റുകരക്കാരും ഭരതന്മാരും അങ്ങെത്തിയല്ലോ. ദേശം ചുറ്റു. റെഡി എല്ലാവരും? 1 2 3 പിണ്ടി ഒടിച്ചു വന്നേ. പിണ്ടിയും കുത്തിയല്ലോ. കൈത്തിരി കത്തുന്നല്ലോ. ലോകത്തിൻ പൊൻവിളക്കേ. നല്ലൊരു കൈയടി എല്ലാവരും. 1 2 3 എല്ലാവരും 2 കൈ ഉയർത്തി പിടിക്കാം. എല്ലാവരും വേണം. എല്ലാവരും പേഴ്സൊക്കെ മാറ്റി വയ്ക്കാം. 2 കൈ ഉയർത്തി പിടിക്കാം. എല്ലാവരും മുലച്ചുട്ടുമെരിയുന്നേ
നടന്നോരത്തരോ മറയുന്നേ ഓരം ചേർന്ന് നടന്നോരും പല പാണ്ടി കുന്ന് കയറുന്നേ നടന്നോരത്തരോ മറയുന്നേ ഓരം ചേർന്ന് നടന്നോരും പല പാണ്ടി കുന്ന് കയറുന്നേ ഓരം ചേർന്ന് നടന്നോരും പല പാണ്ടി കുന്ന് കടന്നോരും ഉച്ചത്താകെ നിരക്കുന്നേ നിറമാനം മെല്ലെ ഇരുട്ടുന്നേ ഓരം ചേർന്ന് നടന്നോരും പല പാണ്ടി കുന്ന് കടന്നോരും ആവോദാമനോറൊക്കെ പറയില്ലേ 1 2 3 അർപ്പുയരണല്ലോ അരുവര വിതന്നേ വിമ്പ് മുറുകണല്ലോ പുല്ലുമെരിയണന്നേ നല്ലൊരു കൈയടി എല്ലാവരും കൂടെ നെഞ്ചിൽ തഞ്ചമൊരുങ്ങുന്നേ പറഞ്ചാം കുന്ന് കയറുന്നേ പള്ളിക്കുന്നിലെ മുറ്റത്ത് പടപുഴി കങ്കമൊരുങ്ങുന്നേ നെഞ്ചിൽ തഞ്ചമൊരുങ്ങുന്നേ പറഞ്ചാം കുന്ന് കയറുന്നേ പള്ളിക്കുന്നിലെ മുറ്റത്ത് പടപുഴി കങ്കമൊരുങ്ങുന്നേ കൊമ്പൻ തുമ്പി ചുടറ്റുന്നേ കടുവ കണ്ണ് കലങ്ങുന്നേ കൊമ്പൻ മറവരണ്ടാളും നേരെ പഞ്ഞതടുക്കുന്നേ കൊമ്പൻ തുമ്പി ചുടറ്റുന്നേ കടുവ കണ്ണ് കലങ്ങുന്നേ അവിടെ ആവോദാമാനം 1 2 മുണ്ടു മുറുക്കണല്ലോ പിടിക്കണല്ലോ മണ്ണ് പറക്കണല്ലോ വെള്ളിടി വെട്ടുന്നല്ലോ അടുത്ത പാട്ടിക്കോ റെഡിയല്ലേ എല്ലാവരും കൈ ചോദിക്കുന്നുണ്ട് കൈ പിന്നെ തരാം കേട്ടോ എന്തായാലും അടുത്തത് ഒരു നാടൻ പാട്ട് പാടട്ടെ ഞാൻ എല്ലാവരും കേട്ടൊരു പാട്ടാണ് ഒരു തവണയെങ്കിലും എല്ലാവരും ജീവിതത്തിൽ അറിയുന്ന പാട്ടുകൾ പാടാം അറിയാത്ത പാട്ടാണ് കേട്ടും കൂടുതൽ താരക പെണ്ണാളെ എന്ന് തുടങ്ങുന്നൊരു പാട്ട് കേട്ടല്ലേ അതിലൊരു കോറസ് ഉണ്ട് പാടിയോക്ക നിങ്ങൾ എത്ര പേര് പാടുണ്ടോക്കട്ടെ ബാക്കിൽ നിങ്ങളൊപ്പം വന്ന് ഉമ്മമാര് അച്ഛന്മാരൊക്കെ അല്ലേ ഓലൊന്നും പാടണില്ല പാടാൻ പറയും ഓരോട് സിമ്പിളല്ലേ പാടുവല്ലോ ഉറപ്പല്ലേ പോയോക്കല്ലേ എല്ലാവരും കൂടെ ഉണ്ടാവുമല്ലോ ഈ ലെഫ്റ്റ് ഈ മോണിറ്ററിൽ ഒന്ന് ട്രാക്കിൻ്റെ ലെവൽ കൂട്ടിത്തരണേ ഈ ഒരു ഡൈനാടാക്കിൽ താരക പെണ്ണാളെ കതിരാടും മിഴിയാളെ തമ്പുരാനെത്തിടും മുമ്പേ കരിങ്കാറിൻ ഓര പറിച്ചാട്ടേ നല്ലൊരു കൈ താരക പെണ്ണാളെ കതിരാടും മിഴിയാളെ തമ്പുരാനെത്തിടും മുമ്പേ കരിങ്കാരൻ കോര പറിച്ചാട്ടെ താരക പെണ്ണാളെ കതിരാടും മിഴിയാളെ തമ്പുരാനെത്തിടും മുമ്പേ കരിങ്കാരൻ കോര പറിച്ചാട്ടെ തകതിനും തകത്തെയ്താര താത്തിനും തകതിനും തകത്താരതിനും തകത്തെയ്താര താത്തിനും തകത്തെയ്താര തകതിനും തകത്തെയ്താര
താത്തിനും തക തകതിനും തക താരതിനും തക തേതാര കണ്ടം പൊട്ടിയടിക്കാൻ കരിമ്പാറക്കാരങ്ങളുണ്ടേ വെള്ളം കോരിക്കോരിയുള്ള കിടുങ്ങാത്ത മേലെ കിടങ്ങളുണ്ടേ കണ്ടം പൊട്ടിയടിക്കാൻ കരിമ്പാറക്കാരങ്ങളുണ്ടേ വെള്ളം കോരിക്കോരിയുള്ള കിടുങ്ങാത്ത മേലെ കിടങ്ങളുണ്ടേ തകതിനും തക തൈതാര താത്തിനും തക തകതിനും തക താരതിനും തക തൈതാര താത്തിനും തക തൈതാര തകതിനും തക തൈതാര താത്തിനും തക തകതിനും തക താരതിനും തക തൈതാര വെറ്റുമതിന്നോളെ വെറ്റുമതിന്നോളെ ചൂടുള്ളവ മുറുകിയേ അന്തിക്കൊരുത്തി മുറുക്കി പെരുത്തവൾ വീണത് ജട്ടിലാണേ വെറ്റുമതിന്നോളെ ചുണ്ടുള്ളവ മുറുകിയേ അന്തിക്കൊരുത്തി മുറുക്കി പെരുത്തവൾ വീണത് ജട്ടിലാണേ തകതിനും തക തൈതാര താത്തിനും തക തകതിനും തക താരതിനും തക തൈതാര താത്തിനും തക തൈതാര തകതിനും തക തൈതാര താത്തിനും തക തകതിനും തക താരതിനും തക തൈതാര നല്ലൊരു കൈയടി ഇതാണത് ആളുന്നതൊന്നുമല്ല തരം മിന്നമിലൊന്നുമല്ല ആറ്റിറമ്പത്തൊരു കൂരയിലയ്യോ കരിന്തിരി കത്തലാണേ ആളുന്നതൊന്നുമല്ല തരം മിന്നമിലൊന്നുമല്ല ആറ്റിറമ്പത്തൊരു കൂരയിലയ്യോ കരിന്തിരി കത്തലാണേ തകതകതാത്തിനും തക തൈതാര തകതിനും തക തൈതാര താത്തിനും തക തകതിനും തക താരതിനും തക തൈതാര താത്തിനും തകതിനും താത്തിനും തക തകതിനും തക താരതിനും അടുത്തവരെല്ലാവരും പാടോ വട്ടക്കൂട പിടിച്ചേ പടി വട്ടത്തിനും കറക്കി തമ്പുരൻ വേഗം ഇന്നെത്തും കരിങ്കാറിൻ കോര പറിച്ചു പോകാം വട്ടക്കൂട പിടിച്ചേ പടി വട്ടത്തിലും കറക്കി തമ്പുരൻ വേഗം ഇന്നെത്തും കരിങ്കാറിൻ കോര പറിച്ചു പോകാം എല്ലാവരും തക തൈതാര താത്തിനും തക തകതിനും തക താരതിനും തക തൈതാര താത്തിനും തക തൈതാര തകതിനും തക തൈതാര താത്തിനും തക തകതിനും തക താരതിനും തക തൈതാര ഒന്നുകൂടി സ്പീഡ് കുട്ടിയല്ല നല്ല രണ്ട് കൈ ഉയർത്തി പിടിക്കുക എല്ലാവരും നല്ലൊരു കൈയുടെ സ്പീഡ് പെണ്ണാളെ കതിരാടും മിഴിയാളെ തമ്പുരനെത്തിയിടും മുമ്പേ കരിങ്കാറി കോര പറിച്ചാട്ടെ താരക പെണ്ണാളെ കതിരാടും മിഴിയാളെ തമ്പുരനെത്തിയിടും മുമ്പേ കരിങ്കാറി കോര പറിച്ചാട്ടെ തകതകതാത്തിനും തക തൈതാര തകതിനും തക തൈതാര താത്തിനും തക തകതിനും തക താരതിനും തക തൈതാര താത്തിനും തക തൈതാര തകതിനും തക തൈതാര താത്തിനും തക തകതിനും തക താരതിനും തക തൈതാര താത്തിനും തക തൈതാര തകതിനും തക തൈതാര താത്തിനും തക തകതിനും തക താരാതിനും തക തൈതാര. താങ്ക് യു. അടുത്ത പുതിയ കൂട്ടുകാരെല്ലാവരും തെക്കുതക്കേന്റെ ട്രാക്കിൽ നിങ്ങളെല്ലാവരും പാടുവോ? കേട്ടോ ആ പാട്ട് കേട്ടോ? ഇൻസ്റ്റാഗ്രാമൊക്കെ ഉപയോഗിക്കണവർ എത്ര പേരുണ്ട് ഇവിടെ? എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാം രാവിലെയും കൂടിയും കേട്ടിട്ടുള്ള പാട്ട്. അതിൻ്റെ ട്രാക്കില്ല, പക്ഷെ എങ്കിൽ പോലും നിങ്ങൾക്ക് തിന്താരേ തിന്താത്തകതിന്തൈത്താര തിന്താരേ
തിന്താരേ തിന്ത തിന്താരേ തിന്ത തകതിന്തേ താര തെക്കുതക്കേ തെക്കേലൊരു ദൈവത്താനുണ്ടേ തെക്കുതക്കേ തെക്കേലൊരു ചെമ്മന്താനുണ്ടേ തിന്താരേ തിന്ത തകതിന്തേ താര തിന്താരേ തിന്ത തകതിന്തേ താര. നിങ്ങൾ പറഞ്ഞുകൊണ്ട് പാടിയാട്ടോ കുറച്ച് വരി. അടുത്ത പാടിക്കാം. അറിയുന്ന ഇനി എല്ലാ പാട്ടും പാടിയ ഈ അടുത്ത കാലത്ത് നമ്മളെല്ലാവരും എൻ്റെ കയ്യിലുള്ള ട്രാക്ക് പാടാം ഞാൻ. ശരിയല്ലേ? പോവാം. ആവേശമുള്ള സിനിമയിൽ നമ്മളെല്ലാവരും പാടിയ ഇലുമിനാറ്റി പാടാം. റെഡി? കൂട്ടുകാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. റെഡിയല്ല? ഒന്നുകൂടി ഏൽപ്പിക്കുന്നു. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ ഇന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്തുവച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ കുമ്പിട്ട് നില്ല് ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും ചൊല്ല് ഇവനെ കൊള്ളുവാനായി എന്നും ജനത്തിരക്ക് കാലം എടുത്തു വെച്ചാൽ സ്വർഗം പോലും അണ്ടർവേൾഡ് ഇല്ലുമിനാറ്റി അണ്ണൻ തനിനാടൻ കൊലമല്ലുമിനാറ്റി ഇല്ലുമിനാറ്റി അണ്ണൻ തനിനാടൻ കൊലമല്ലുമിനാറ്റി. പേന കത്തിക്കൊണ്ട് വിദ്യാരംഭം കുത്ത് ഹരിശ്രീ നോക്കിൻ കാഞ്ചി വലി ശീലം പണ്ട് മാറാത്ത വ്യാധി നെഞ്ചിൽ പൂട്ടി വെച്ചോരംഗക്കലി തീരാത്ത വാശി അണ്ണൻ മീശ വെച്ചോരട്ടപ്പുലി ഇടയാൻ വന്നോരുക്കും ഇന്നോരുക്കും കണ്ടേ അവർക്ക് അട്ടച്ചോര കൊണ്ട് ചുട്ടടിച്ച് ചോട സർവത്ത് കൊടിയിൽ മറയാനെ നെരുക്കിടുക്കരുത് ഇവരെ പടവിട്ട കടവുളിക്ക് പത്തിൽ പത്ത് ഇല്ലുമിനാറ്റി അണ്ണൻ തനിനാടൻ കൊലമല്ലുമിനാറ്റി ഇല്ലുമിനാറ്റി അണ്ണൻ തനിനാടൻ കൊലമല്ലുമിനാറ്റി. എവിടെ ഒരു കൈയടി എല്ലാവരും ഉഷാറായി. ഉലകിതിലാരോടും തോൽക്കാ വീരൻ കരളിതിലമ്മയ്ക്കായി തേക്കും പൈതൽ മടിയിൽ പാലൂട്ടും സ്നേഹം നീയേ മറഞ്ഞോ താരാട്ടാനെന്തേ കരയാൻ കണ്ണീരില്ല കണ്ണീരപ്പാതാരും പോരണ്ട എരിയും മൂന്നാം കണ്ണിൽ കോപം കൊള്ളും സംഹാരമൂർത്തി മരണം പടിവാതിൽ കടന്നിടാൻ മടിക്കും ബോംബെ നഗരം ഇവൻ വരുന്ന ദിനം സ്വപ്നം കാണും. അണ്ണൻ തനിനാടൻ കൊലമല്ലുമിനാറ്റി ഇല്ലുമിനാറ്റി അണ്ണൻ തനിനാടൻ കൊലമല്ലുമിനാറ്റി. താങ്ക് യു. എന്തായാലും കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ പരിപാടികൾക്കാണ് കൂടുതൽ സമയം ഇവിടെ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഒരിക്കൽ കൂടി ഇനി വേദിയിലേക്ക് വിളിച്ചതിനുള്ള സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. എല്ലാവർക്കും നന്ദി, നല്ല നമസ്കാരം. താങ്ക് യു. ഈ വർഷത്തെ മികച്ച അധ്യാപകനുള്ള അധ്യാപക അവാർഡ് നേടിയ
നമ്മുടെ സ്കൂളിലെ ഹാഷിം മാസ്റ്റർക്കുള്ള അവാർഡ് ദാനം PTA ഉപഹാരമാണ് ഇപ്പോൾ നൽകുന്നത്. എല്ലാവരും നല്ലൊരു കൈയടി നൽകുക. മലപ്പുറം AUP സ്കൂളിൻ്റെ 95ാം വാർഷികത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, താങ്ക് യു. ഈ പരിപാടിക്ക് നന്ദി അറിയിക്കുന്നതിനായിട്ട് കൺവീനർ ഹാഷിം സാറ് ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള വ്യക്തിത്വങ്ങളെ, നല്ലവരായ രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, മലപ്പുറം AUP സ്കൂളിൻ്റെ 95ാം വാർഷികത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ളത്. എല്ലാം കൊണ്ടും സമ്പുഷ്ടമായ ഒരു വാർഷിക ആഘോഷമാണ്. എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം നന്ദി പറയുക എന്നതാണ്. ഞാൻ നീട്ടിപ്പരത്തി ഒന്നും പറയുന്നില്ല. ഇന്ന് ഈ യോഗം നിയന്ത്രിച്ചത് ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് സാദിഖ് അലി സാർ അവറുകളാണ്. സാദിഖ് അലി സാറിന് ഈ കലോത്സവ കമ്മിറ്റിയുടെ പേരിലും എൻ്റെ പേരിലും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇന്ന് ഈ വാർഷികാഘോഷത്തിൻ്റെ ഇത് വർണ്ണശബളമാക്കിയത്, കുട്ടികളെ ആവേശത്തിലെത്തിച്ചത് അതുൽ സാറാണ്. അതുൽ സാർ ഞാനൊരു കുടുംബ സുഹൃത്തുക്കൾ കൂടിയാണ്. ഇന്ന് ഏറ്റവും വലിയ ഒരു കലാകാരൻ ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ യുവനിരയിലെ അതുൽ സാറാണ്. ഒരുപാട് പേര് വന്നിട്ടുണ്ട്. പക്ഷേ 2-3 മാസം കഴിയുമ്പോഴൊക്കെ അവരൊക്കെ പേരും പ്രസക്തിയും കുറഞ്ഞു വരികയാണ്. എന്നാൽ അതുൽ സാർ ഇന്ന് നമ്മളോട് പറഞ്ഞു, പിന്നെ മറ്റുള്ള ലോകരാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ പരിപാടികൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്ന സമയത്ത് ഇന്ന് അദ്ദേഹത്തിന് കണ്ണൂരിൽ പ്രോഗ്രാമുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞതെന്താ വെച്ചാൽ, മലപ്പുറം AUP സ്കൂളിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് വരാതിരിക്കാൻ കഴിയില്ല, ഞാനത് വേറെ പരിപാടിക്ക് ആളെ അവിടെ ഏൽപ്പിച്ചോളാം, അതുകൊണ്ട് എന്തായാലും ഞാൻ അവിടെ എത്തിയിരിക്കും കണ്ണൂരിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. വളരെ നമ്മോടുള്ള ഇഷ്ടവും സന്തോഷമാണ്. ഇന്നും അത്യുന്നതിയിൽ എത്തിയിട്ട് പോലും എളിമയുടെ നിറകുടമായിട്ടുള്ള അതുൽ സാറിനെ ഇന്ന് കിട്ടിയെന്നത് തന്നെ നമുക്ക് സന്തോഷമാണ്. ഇത്രയും വളരെ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നമുക്കൊരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ അതുൽ സാറിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് അനിയൻ ഒരു വലിയൊരു കലാകാരനാണ്, നാടൻ പാട്ട് കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുൽ സാറിന് എൻ്റെ പേരിലും ഈ സ്ഥാപനത്തിൻ്റെ പേരിലും പ്രത്യേകം നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ള മാനേജർ, മുരളി സാറ്, അതുപോലെ തന്നെ PTA പ്രസിഡൻ്റായിട്ടുള്ള സാദിഖ് അലി സാർ, അതുപോലെ തന്നെ ഹെഡ് മിസ്ട്രസ് റീന ടീച്ചറ്, PTA വൈസ് പ്രസിഡൻ്റായിട്ടുള്ള മുഹമ്മദ് സാറ്, അതുപോലെ തന്നെ അസ്നത്ത് മാഡം, അതുപോലെ തന്നെ വേലായുധ മാഷ്, സുരേഷ് മാഷ്, പ്രജിത മാഡം, മഞ്ജുഷ മാഡം, സബിത മാഡം, അതുപോലെ തന്നെ സ്കൂൾ ലീഡർ തുടങ്ങിയ നിരവധി ആളുകൾ ഇന്ന് ഈ വേദിയിലുണ്ട്. അവർക്കെല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഈ പരിപാടി വീക്ഷിക്കാനെത്തിയ എല്ലാ രക്ഷിതാക്കളെയും, അതുപോലെ തന്നെ വിദ്യാർത്ഥികളെയും, പരിപാടികൾ അവതരിപ്പിക്കുന്ന കലാകാരികളെയും കലാകാരന്മാരെയും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിച്ചതായി, അധ്യക്ഷൻ അനുമതിയോടുകൂടി അവസാനിപ്പിച്ചതായി അറിയിച്ചുകൊള്ളുന്നു.